എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രേമലു 100 കോടിയിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ മലയാളത്തിലും കന്നഡയിലും അതുകൂടാതെ തമിഴിലും വരാൻ പോവുകയാണ് പടം. അതായത് തമിഴിൽ വരാൻ പോകുന്നത് രജനിയും അജിത്തും അവരുടെ സിനിമകൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരാണ്. മലയാള സിനിമയ്ക്ക് വൻ സർപ്രൈസ് ഹിറ്റ് സമ്മാനിച്ച സിനിമയുടെ പ്രേമലു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നസ്ലനായിരുന്നു നായകൻ. മുൻവിധികളെ മാറ്റിമറിച്ച ചിത്രത്തിന് ആദ്യ ദിനം മുതൽ ലഭിച്ചത് മികച്ച മൗത്ത് പബ്ലിസിറ്റി. പിന്നെ പറയേണ്ടതില്ലല്ലോ, നമ്മൾ കണ്ടതല്ല, എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിരുന്നു. ഒരു പൂരത്തിൻ്റെ ആളുകളായിരുന്നു എല്ലാ തിയേറ്ററിലും ഉണ്ടായിരുന്നത്. ദേശഭാഷാന്തരങ്ങൾ പിന്നിട്ട് പ്രേമലു വിജയം കൊയ്തു. ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. മലയാളത്തിന് പുറമെ തെലുങ്കിലും ചിത്രം റിലീസ് ചെയ്തിരുന്നു. എന്നാൽ തെലുങ്കിൽ മാത്രം പ്രേമലു ഒതുങ്ങിയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രേമലു പുതിയ ഭാഷയിലേക്ക് റിലീസിന് ഒരുങ്ങുന്നു. ഇത്തവണ അത് തമിഴിലാണ്. ഇക്കാര്യം നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ തന്നെയാണ് പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. അതായത് മാർച്ച് 15 പ്രേമലുവിൻ്റെ ഡബ്ബിംഗ് പതിപ്പ് റിലീസ് ചെയ്യും. തമിഴകത്തെ പ്രമുഖ വിതരണക്കാരായ റെഡ് ജെൻസ് മൂവീസാണ് പ്രേമലു തമിഴ്നാട്ടിൽ എത്തിക്കുന്നത്. നടനും രാഷ്ട്രീയക്കാരനുമായ ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ കമ്പനി. വിനയ് വരുവായ, മങ്കാത്ത, അണ്ണാത്തെ, രാധേക്കെ ശ്യാം, വിക്രം, പൊന്നിയിൽ സെൽവൻ, വാരിസ്, തുനിവി തുടങ്ങി വമ്പൻ ചിത്രങ്ങൾ വിതരണത്തിന് എത്തിച്ചവരാണ് റെഡ് ജെയിൻസ് മൂവീസ്. അൽഫോൺസ് പുത്രൻ്റെ നേരത്തിന് ശേഷം ഇവർ വിതരണത്തിനെത്തിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് പ്രേമലു. ഫെബ്രുവരി 9 പ്രേമലു കേരളത്തിൽ റിലീസായത്. ആദ്യ ദിനം തന്നെ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച പ്രേമലുവിന് ആദ്യ ദിന കളക്ഷൻ 90 ലക്ഷം ആയിരുന്നു. എന്നാൽ രണ്ടാം ദിവസം മുതൽ കഥ മാറി. ഓരോ ദിവസവും പിന്നിടുന്തോറും പ്രേമലു കോടികൾ വാരിക്കൂട്ടി. മാർച്ച് ആദ്യം തെലുങ്കിൽ കൂടി റിലീസ് ചെയ്തതോടെ 100 കോടി ക്ലബ്ബ് എന്ന നേട്ടവും പ്രേമലു സ്വന്തമായി. കേരളത്തിൽ മാത്രം 50 കോടിയാണ് ഈ നസ്ലൻ ചിത്രം സ്വന്തമാക്കിയത്.